സ്വർണ്ണവില ഇപ്പോൾ നല്ല രീതിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലുള്ള ആളുകൾ ഇപ്പോൾ സ്വർണ്ണം വിറ്റുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ സ്വർണ്ണവില കുറയുന്ന അനുസരിച്ചിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇതിൽ സ്വർണ്ണം ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെന്നോട് ചോദിക്കുന്ന ചോദ്യം നാട്ടിൽ നിന്ന് വാങ്ങണോ അതോ ദുബായിൽ നിന്ന് വാങ്ങണോ എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിയാലും ദുബായിൽ നിന്ന് വാങ്ങിയാലും എല്ലാ രാജ്യങ്ങളും ഗോൾഡ് സെല്ല് ചെയ്യുന്നത് അതിന്റെ പ്യൂരിറ്റിയുടെ ബേസിലാണ്. നിങ്ങൾ ഇനി നാട്ടിലോ ദുബായിലുള്ള ഏറ്റവും ലോക്കൽ ജ്വല്ലറി പോയിട്ട് സ്വർണ്ണം വാങ്ങിയാലും നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ പ്യൂരിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അത് ഇന്ന ബ്രാൻഡിന്റെ ജ്വല്ലറിയിൽ നിന്ന് പോയിട്ട് ഗോൾഡ് വാങ്ങിയാൽ മാത്രമാണ് നല്ല ഗോൾഡ് കിട്ടുമെന്നൊന്നും എവിടെയും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിക്കാം. അതുപോലെ വാങ്ങുമ്പോൾ അതിന്റെ പ്യൂരിറ്റി കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഗോൾഡ് റേറ്റ് താഴോട്ട് ഇറങ്ങുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് കൃത്യമായിട്ട് വെയിറ്റ് മെഷീനിലിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം അവർ ഹീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും, അതായത് മെൽറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. ആ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് കൂടെ തന്നെ നിൽക്കുക. അതിന്റെ മെൽറ്റിംഗ് ലോസ് എത്രയുണ്ടെന്നുള്ള കാര്യം കൂടെ എഴുതി വാങ്ങിക്കുക. 50 മില്ലി ടു ഒരു 100 മില്ലിഗ്രാം വരെയാണ് കുറവുണ്ടാവുള്ളൂ. അതിൽ കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല. കൂടിപ്പോയി ഒരു 150 മില്ലിഗ്രാമിന്റെ വെയിറ്റ് ലോസ് വരെയായിരിക്കും. അത് കാരണം നിങ്ങൾ ഡെയിലി ഇടുന്നതനുസരിച്ചിട്ട് അതിനകത്ത് ഡസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ അത് റെഡ്യൂസ് ആയിട്ട് പോകണമാണ്. അപ്പോൾ അത് മാത്രം കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വിൽക്കുക. ഇത്ര മാത്രം ചെക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് ഷെയർ ചെയ്താണ്. ഇപ്പോൾ സ്വർണ്ണം വാങ്ങുന്ന ആളുകളും വിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക്